പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ചും ഹോർമുസ് കടലിടുക്കിലാണ്ടും പെരുകുന്ന സംഘർഷങ്ങളാണ് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണമെന്ന് അവതരിപ്പിക്കാനാണ് യൂണിയൻ ഭരണകൂടത്തിന്റെ പരിശ്രമം. ബാഹ്യയുദ്ധങ്ങൾ മൂലം രാജ്യത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുളപൊട്ടി ഉയർന്നു എന്ന രീതിയിൽ കഥകൾ സൃഷ്ടിക്കപ്പെടുകയാണ്. പക്ഷേ ഇന്നത്തെ പ്രതിസന്ധിക്ക് പിന്നിലെ യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടു കാലത്തെ സാമ്പത്തിക തന്ത്രപ്രധാന നയങ്ങളുടെ പരാജയമാണ്. ഹോർമുസ് ഈ പ്രതിസന്ധിയെ തുറന്നുകാട്ടുക മാത്രമാണ് ചെയ്തത്. ഇറക്കുമതിയെ ആശ്രയിക്കുന്ന കോർപ്പറേറ്റ് കേന്ദ്രീകൃതവും തന്ത്രപരമായി ദുർബലവുമായ സാമ്പത്തിക മാതൃകയാണ് രാജ്യത്തിന്റെ പ്രതിസന്ധിയുടെ ഉണ്മ. രാജ്യത്തിന് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ 88-90% ഇറക്കുമതി ചെയ്യുകയാണ്. 2014 ഈ ആശ്രയത്വം ഏകദേശം 77%. ആത്മനിർഭർ ഭാരത് എന്ന പൊങ്ങച്ചം ഉച്ചത്തിലുയരുമ്പോഴും ഊർജ്ജ മേഖലയിൽ ഇന്ത്യ കൂടുതൽ പരാശ്രയത്വത്തിലേക്ക് ആണ്ടു. ഊർജ്ജ മേഖലയിലെ ആശ്രയത്വം കുറയ്ക്കുന്നതിനായി യൂണിയൻ സർക്കാർ ദീർഘകാല തന്ത്രങ്ങളൊന്നും വികസിപ്പിച്ചില്ല. പൊതുഗതാഗത സംവിധാനം വലിയ രീതിയിൽ വിപുലീകരിക്കണമെന്ന ആവശ്യത്തിന് മുൻഗണന നൽകിയില്ല. ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ വ്യാപിപ്പിച്ചതുമില്ല. ആഭ്യന്തര ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തിയതുമില്ല. ഏകദേശം 40 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് സർക്കാർ അവകാശം. എന്നാൽ ഇന്ത്യയുടെ ആശ്രയത്വം ഭൂരിഭാഗവും പശ്ചിമേഷ്യയെയും അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെയും ചുറ്റിത്തിരിഞ്ഞുള്ളതാണ്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഏതാണ്ട് പൂർണ്ണമായി നിർത്തി. ഇറാൻ ആകട്ടെ താരതമ്യേന കുറഞ്ഞ നിരക്കിലും പണമിടപാടിൽ ഉൾപ്പെടെ ഉദാരതയും പുലർത്തിയിരുന്നു. 2012 ശേഷം അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയും ഇറാനും രൂപ റിയാൽ പേയ്മെന്റ് സംവിധാനം വികസിപ്പിച്ചെടുത്തിരുന്നു. ഇതനുസരിച്ച് ഇന്ത്യൻ എണ്ണ കമ്പനികൾ ഡോളറിന് പകരം രൂപയിലാണ് പണം ഇറാനിലേക്ക് നൽകിയിരുന്നത്. ഇതിനുള്ള തുക യുക്കോ ബാങ്ക് പോലുള്ള ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ചില കാലഘട്ടങ്ങളിൽ ശതകോടിക്കണക്കിന് ഡോളറിന് തുല്യമായ തുക ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയിൽ നിക്ഷേപിതമായി കിടന്നു. ഇന്ത്യയിൽ നിന്ന് അരി, മരുന്നുകൾ, ചായ തുടങ്ങിയ സാധനങ്ങൾ വാങ്ങാനാണ് ഇറാൻ ആ നിക്ഷേപം ഉപയോഗിച്ചത്. ഇത്തരം നടപടികൾ ഡോളറിന്റെ സമ്മർദ്ദം കുറയ്ക്കുകയും രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരത്തിന് മികവുണ്ടാവുകയും ചെയ്തു. പക്ഷേ അമേരിക്കൻ അനുകൂല വിദേശ നയം ഇത്തരം തന്ത്രപരമായ ക്രമീകരണം അവസാനിപ്പിച്ചു. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യ ഇന്ത്യക്ക് വലിയ വിലക്കിഴിവിൽ എണ്ണ നൽകിയിരുന്നു. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ലഭിച്ചത് സാധാരണ ജനങ്ങൾക്കല്ല, മറിച്ച് സ്വകാര്യ എണ്ണ കമ്പനികൾക്കാണ്. റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ ടൈംസ് തുടങ്ങിയ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പ്രതിദിനം 1.9 ദശലക്ഷം ബാരൽ എണ്ണ വാങ്ങിയിരുന്നു. റഷ്യൻ എണ്ണ ആഗോള വിലയേക്കാൾ ബാരലിന് $8 മുതൽ $20 വരെ കുറഞ്ഞ വിലയ്ക്കായിരുന്നു ലഭിച്ചിരുന്നത്. റിലയൻസ്, നയാര എനർജി തുടങ്ങിയ കമ്പനികൾ ഇതിലൂടെ കോടിക്കണക്കിന് ഡോളറിന്റെ അധിക ലാഭമുണ്ടാക്കി. റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യൻ എണ്ണ ശുദ്ധീകരണ കമ്പനികൾക്ക് ഏകദേശം $16 ബില്യൺ അധിക ലാഭം ലഭിച്ചതായാണ് കണക്കുകൾ. എണ്ണയ്ക്ക് വില കുറവായിരുന്നപ്പോൾ പെട്രോൾ, ഡീസൽ വില കുറച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ കമ്പനികൾ തയ്യാറായില്ല. ഉൽപാദന നികുതി വർദ്ധിപ്പിച്ച് സർക്കാർ വലിയ വരുമാനം നേടുകയും കമ്പനികൾ റിഫൈനിങ് മാർജിനിലൂടെ റെക്കോർഡ് ലാഭം കൊയ്തു. ഇപ്പോൾ ആഗോളതലത്തിൽ വില കൂടുമ്പോൾ ഇതിന്റെ മുഴുവൻ ഭാരവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. സർക്കാർ ഹോർമുസ് പ്രതിസന്ധിയെക്കുറിച്ച് അടിവരയിട്ട് വിശദീകരിക്കുമ്പോഴും രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ എണ്ണ ശേഖരം തികച്ചും പരിമിതമാണെന്ന വാസ്തവം മൂടിവെക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യത്തെ എണ്ണ ശേഖരത്തിന് ഏകദേശം 9-10 ദിവസത്തെ ആവശ്യകത മാത്രമേ നിറവേറ്റാൻ കഴിയൂ. ഇതിന് വിപരീതമായി ചൈനയാകട്ടെ മാസങ്ങളോളം പ്രവർത്തിക്കാൻ ശേഷിയുള്ള കൂറ്റൻ എണ്ണ സംഭരണ ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ വിതരണം തടസ്സപ്പെട്ടാൽ ഇന്ത്യ പെട്ടെന്ന് തന്നെ പ്രതിസന്ധിയിലായേക്കാം. ഈ ബലഹീനത ഏതെങ്കിലും ഒരു യുദ്ധത്തിന്റെ ഫലമല്ല, മറിച്ച് ദീർഘകാലത്തെ നയപരമായ പരാജയത്തിന്റെ ഫലമാണ്. സാമ്പത്തിക രംഗത്തെ അവസ്ഥയും ആശങ്കാജനകമാണ്. 2014 ഡോളറിന് 60 രൂപയോളമായിരുന്നു വില. ഇപ്പോൾ അത് 95 രൂപയും കടന്നിരിക്കുന്നു. രൂപയ്ക്കെതിരെ ഡോളർ 100 തികയ്ക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് മോഡിയുടെ പ്രവൃത്തി. രൂപയുടെ തകർച്ച ഇക്കുറി ചിലവേറിയതാക്കുന്നു, പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുന്നു. യഥാർത്ഥ വരുമാനം ഇടിയുമ്പോൾ ഭക്ഷ്യസാധനങ്ങൾ, വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം എന്നിങ്ങനെ സമസ്ത മേഖലയിലും ചെലവ് അതിവേഗം വർദ്ധിച്ചു. ഗ്രാമീണ മേഖലകളിൽ പല കാലഘട്ടങ്ങളിലും യഥാർത്ഥ വേതന വളർച്ച 0 അല്ലെങ്കിൽ കുറവോ ആയിരുന്നു. ഗ്രാമീണ നഗര ഉപഭോഗം ദുർബലമായതായി നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികൾ തന്നെ ആവർത്തിക്കുന്നു. ഇതിനർത്ഥം സാധാരണക്കാരന്റെ വാങ്ങൽ ശേഷി നിരന്തരം കുറയുന്നു എന്ന് തന്നെയാണ്.
GDP വളർച്ചാ നിരക്ക് നിലനിർത്താൻ സർക്കാർ മൂലധന ചെലവിന്റെ പങ്ക് നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ ഉപഭോഗവും ദുർബലമാണ്. വിദേശ സ്ഥാപന നിക്ഷേപകരും ഇന്ത്യൻ വിപണിയിൽ നിന്ന് അതിവേഗം പണം പിൻവലിക്കുന്നു. ഇതിന്റെ സമ്മർദ്ദം വിദേശ നാണ്യ ശേഖരത്തിലും രൂപയിലും ഒരുപോലെ പ്രകടമാണ്. ചൈനയെ പോലെ ശക്തമായ ഒരു ഉൽപാദന സമ്പദ് വ്യവസ്ഥയോ ഉയർന്ന സാങ്കേതിക വിദ്യാ കേന്ദ്രമോ ആയി മാറാൻ ഇന്ത്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ പ്രശ്നമാണിത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗം ഉപഭോഗത്തെ അടിസ്ഥാനമാക്കിയുള്ള വിപണിയെയും സാമ്പത്തിക നിക്ഷേപത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വിദേശ മൂലധനം ഇവിടെ വരുന്നത് ഉൽപാദനത്തിനല്ല, മറിച്ച് വിപണിയിൽ നിന്ന് ലാഭം കൊയ്യാനാണ്. ആഗോള സാഹചര്യങ്ങൾ മാറുമ്പോൾ അത്തരം മൂലധനം അതിവേഗം പുറത്തു പോകുന്നു. ഇതേ നയങ്ങൾ തുടർന്നാൽ ക്രമേണ ഇന്ത്യ വിദേശ ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ ഉപഭോക്തൃ വിപണിയും കുപ്പക്കൂനയുമാകും. മെയ്ക്ക് ഇൻ ഇന്ത്യ പോലുള്ള ക്യാമ്പയിനുകൾ കേവലം പ്രചരണ പരിപാടിയിൽ അവശേഷിച്ചു. യഥാർത്ഥ ഉൽപാദനവും സാങ്കേതിക സ്വയം പര്യാപ്തതയും പ്രതീക്ഷിച്ച തലത്തിലെത്തിക്കാൻ കഴിഞ്ഞതുമില്ല. ഉൽപാദനം, തൊഴിൽ, പൊതുജനക്ഷേമം എന്നിവയ്ക്ക് പകരം കോർപ്പറേറ്റ് ലാഭ കേന്ദ്രീകൃതമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക മാതൃക. അംബാനി, അദാനി മാതൃകയ്ക്ക് കീഴിൽ ഊർജം, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ മേൽ ചില കമ്പനികളുടെ നിയന്ത്രണം കടുത്തു. ബാഹ്യ പ്രതിസന്ധികളെ കുറ്റപ്പെടുത്തി സർക്കാർ തങ്ങളുടെ നയപരമായ പരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി നിലനിൽക്കുന്നത് അത്തരം നയങ്ങളിൽ തന്നെയാണ്. ഊർജ സുരക്ഷ, തന്ത്രപരമായ സംഭരണം, ആഭ്യന്തര ഉൽപാദനം, സാങ്കേതിക വികസനം, തൊഴിലധിഷ്ഠിത സാമ്പത്തിക ഘടന എന്നിവയുടെ ദിശയിൽ അനിവാര്യമായ മാറ്റമുണ്ടാകണം. അല്ലെങ്കിൽ ഓരോ ആഗോള പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യം നേരിടുന്ന സാമ്പത്തിക സ്ഥിതിയുടെ പൂച്ച് കൂടുതൽ പുറത്തുവരികയും ചെമ്പ് തെളിയുകയും ചെയ്യും.